KS മെട്രോയിലേക്ക് സ്വാഗതം. PSC എക്സാമിനേഷന്റെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്ഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ാം തീയതി മെയ് 2-ാം തീയതി പ്രധാനപ്പെട്ട പരീക്ഷയായ ഡിഗ്രി പ്രിലിംസിന്റെ ഒരു ഫേസ് അന്ന് PSC ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളുള്ള ആ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾ നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചൊരു രൂപരേഖ നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഹിസ്റ്ററിയാണ് ഇന്ന് ഇവിടെ പറയുന്നത്. വേൾഡ് ഹിസ്റ്ററിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വാസ്റ്റ് ആയിട്ടൊരു സിലബസ് ആണ് വേൾഡ് ഹിസ്റ്ററിനെ സംബന്ധിച്ചുള്ളത്. ഒരു ഷോർട്ട് ടൈമിൽ വേൾഡ് ഹിസ്റ്ററി പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പോൾ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് KS മെന്ററിന്റെ റിസർച്ച് ടീം നടത്തിയ ഒരു അനലിറ്റിക്കൽ സ്റ്റഡി ഉണ്ട്. ഡാറ്റാബേസ്ഡ് ആയിട്ടുള്ള ഒരു അനലിറ്റിക്കൽ സ്റ്റഡി 2021 മുതൽ 2025 വരെയുള്ള ടോപ്പിക്കുകൾ മുഴുവൻ പരിശോധിച്ചു നിന്ന് ഏത് ടോപ്പിക്കാണ് ഹോട്ട് ടോപ്പിക്, ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകളുടെ സാധ്യതയുള്ള ഭാഗങ്ങളെ കുറിച്ചിട്ട് ഒരു അനലിറ്റിക്കൽ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യും കൂടിയാണ് ഈ സെക്ഷന്റെ ഒരു ദൗത്യം. അതുമാത്രമല്ല KS മെന്ററിന്റെ മാമാങ്കം ടെസ്റ്റ് സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. 18-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. ആ ടെസ്റ്റ് സീരീസിന് മുമ്പ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഓരോ സബ്ജക്റ്റിലെയും ഹോട്ട് ടോപ്പിക്കുകളെ കുറിച്ച് കൃത്യമായിട്ട് രൂപരേഖ നൽകുകയും ആ ഹോട്ട് ടോപ്പിക്കുകൾ കൃത്യമായി കവർ ചെയ്തുകൊണ്ട് മെയ് 2-ന്റെ പരീക്ഷയ്ക്ക് മുന്നേ കൃത്യമായൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നതിനും കൂടി ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുടെ പ്രത്യേകതകളൊന്ന് പരിശോധിച്ച് നോക്കാം. വേൾഡ് ഹിസ്റ്ററി നേരത്തെ പറഞ്ഞ പോലെ അത് വളരെയധികം വാസ്റ്റ് ആണ്. നമുക്കൊരു മാസം കൊണ്ട്, ഒരു വർഷം കൊണ്ടും 2 വർഷം കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ വേൾഡ് ഹിസ്റ്ററിയിലുണ്ട്. പക്ഷെ നമുക്ക് അത്രയും സമയം നമുക്ക് വേൾഡ് ഹിസ്റ്ററിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഹിസ്റ്ററിക്കകത്ത് ഒരു 10 ക്വസ്റ്റ്യൻ താഴെയാണ് വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഇനി നമ്മുടെ ഒരു റിസർച്ച് അനലിറ്റിക്കൽ സ്റ്റഡിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 2021 മുതൽ 25 വരെ വന്നതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്കായി കണക്കാക്കാവുന്നത് ഒന്ന് ഫ്രഞ്ച് റവല്യൂഷനും മറ്റേത് UN ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് 21 മുതൽ 25 വരെ 6 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ UN ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് 6 ക്വസ്റ്റ്യൻസ് ഡിഗ്രി ലെവൽ പ്രിലിംസ്, വ്യത്യസ്തങ്ങളായ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷനകത്ത് വന്നിട്ടുണ്ട്. ഈ ഫ്രഞ്ച് റവല്യൂഷനിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഫ്രഞ്ച് റവല്യൂഷന്റെ കേഴ്സസ്, അതുപോലെ ഈ പ്രത്യേക ഇവന്റുകൾ, ഫിലോസഫിക്കൽ തിങ്കേഴ്സ്, അതുപോലെ ലീഡേഴ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഫ്രഞ്ച് റവല്യൂഷൻ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ UN ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിൽ യുഎന്റെ വിവിധ ഓർഗൻസ്, അതുപോലെ തന്നെ യുഎന്റെ ബാക്ക്ഗ്രൗണ്ട്, ക്രിയേഷന്റെ ബാക്ക്ഗ്രൗണ്ട്, ലീഡേഴ്സ്, ആ സമയത്ത് ലീഡേഴ്സ് തുടങ്ങിയ കാര്യങ്ങളും പ്രധാനപ്പെട്ട കീ ടോപ്പിക്കാണ്. ഈ 2 പ്രധാനപ്പെട്ട ടോപ്പിക്കിന് ശേഷം വരുന്ന ടോപ്പിക്കുകളാണ് അമേരിക്കൻ റവല്യൂഷനും പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1945. ഫ്രഞ്ച് റവല്യൂഷൻ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അമേരിക്കൻ റവല്യൂഷനും. പല പരീക്ഷകൾക്കകത്തും ഫ്രഞ്ച് റവല്യൂഷനും അമേരിക്കൻ റവല്യൂഷനും ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഫാക്ച്വൽ ക്വസ്റ്റ്യനുകളാണ് വരുന്നത്. 80% ക്വസ്റ്റ്യൻസും അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കടന്നു വരുന്നത്. മാത്രമല്ല ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് മെയ് 2-ന്റെ പരീക്ഷയ്ക്ക് മുമ്പ് കൃത്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫുൾഫില്ല് ചെയ്യുവാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും KS മെന്ററിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതിൽ ഒന്നാണ് മാമാങ്കം. ഇനി ഇതിന്റെ ഒരു ട്രെൻഡ് വായിക്കുകയാണ്. ട്രെൻഡ് അനാലിസിസ്, റൈസ് ഓഫ് ദ UN 2024 ശേഷം UN ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ വളരെയധികം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഫ്രഞ്ച് റവല്യൂഷന് പ്രാധാന്യം ഉള്ളതോടുകൂടി തന്നെ ഈ പറഞ്ഞ UN-ന്റെ ക്വസ്റ്റ്യൻസും നല്ല പ്രാധാന്യത്തോടു കൂടി വരുന്നുണ്ട്. ഈ ട്രെൻഡ് കൃത്യമായ ഡാറ്റ അനലൈസ് ചെയ്ത് KS മെന്ററിന്റെ റിസർച്ച് ടീം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫ്രഞ്ച് റവല്യൂഷൻ അനാറ്റമി. എങ്ങനെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ഇവന്റ് ഡ്യൂറിംഗ് ഫ്രഞ്ച് റവല്യൂഷൻ ആണ് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത്. 4 തവണ ചോദിച്ചിട്ടുണ്ട്. 21-ലും 23-ലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേഴ്സസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ 2024 2 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ടോപ്പിക്കുകൾ കൃത്യമായിട്ട് അത് കവർ ചെയ്തു പോകണം. കാരണം ഇതിന് പുറത്ത് ക്വസ്റ്റ്യൻസ് വരാം. ഈ അമേരിക്കൻ റവല്യൂഷൻ ക്വസ്റ്റ്യൻസ് വരാം, റഷ്യൻ റവല്യൂഷന്റെ ക്വസ്റ്റ്യൻസ് വരാം, ഗ്ലോറിയസ് റവല്യൂഷൻ ക്വസ്റ്റ്യൻസ് വരാം. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് പ്രിയോറിറ്റി എപ്പോഴും ഈ പറഞ്ഞ ഹോട്ട് ടോപ്പിക്സിന് നൽകേണ്ടതാണ്. അങ്ങനെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യണം. ആ സ്ട്രാറ്റജി, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിലും ഹോട്ട് ടോപ്പിക് ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ട് അതിന് കൂടുതൽ വെയിറ്റേജ് നൽകുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എപ്പോഴും ഒരു അപ്പർ ഹാൻഡ് നിങ്ങൾക്ക് എക്സാമിനകത്ത് നൽകും. മാത്രമല്ല അത്തരം സ്ട്രാറ്റജിയോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ മാങ്ക ടെസ്റ്റ് സീരീസ് അപ്രോച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രീ PSC എക്സ്പീരിയൻസ് തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും. ഇതിലൊരു മൂന്നാമത്തെ ഇതാണ് കോൾഡ് വാർ. സ്ലീപ്പർ ഹിറ്റ് ആണ്. ചില സമയങ്ങളിൽ ഒരു ഗെയിം ചേഞ്ചർ പോലെ വരുന്നൊരു സംഭവമാണ് കോൾഡ് വാർ ആയിട്ട് ബന്ധപ്പെട്ടത്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ 1945 ആണ്. അത് 3
3 തവണ ചോദിച്ചിട്ടുണ്ട്. 2025 കോൾഡ് വാറായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ട് രൂപരേഖയും സെൽഫ് നോട്ടും ഉണ്ടാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും PSC പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യാൻ. മാത്രമല്ല നമ്മൾ വാസ്റ്റായിട്ട് നമുക്ക് ഹിസ്റ്ററി ഇഷ്ടമാണ് അല്ലെങ്കിൽ ഹിസ്റ്ററി ഇഷ്ടമല്ല, ഇങ്ങനെ 2 തരം ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഹിസ്റ്ററി ഇഷ്ടമുള്ളവർ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് ടൈം ടേബിൾ വെച്ച് സമയം ക്രമീകരിച്ച് വേണം പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യാൻ. കൂടുതൽ സമയം പഠിച്ച് നമ്മൾ സമയം വേസ്റ്റ് ആക്കരുത്. അതുപോലെ ഹിസ്റ്ററി ഇഷ്ടമില്ലാത്ത ആളുകൾ നിർബന്ധമായും നമ്മുടെ ഹോട്ട് ടോപ്പിക്സ് ഫോളോ ചെയ്യണം. അത് നമുക്കൊരു സ്ട്രാറ്റജിക് അനാലിസിസ് കിട്ടുക മാത്രമല്ല നമ്മുടെ പ്രിപ്പറേഷൻ്റെ ടൈം സ്കെയിലിങ്ങിനെ കൃത്യമായിട്ട് എൻകറേജ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യങ്ങൾക്കായി ചാനൽ ഫോളോ ചെയ്യുകയും അതോടൊപ്പം തന്നെ മാമാങ്ക ടെസ്റ്റ് സീരീസ് കൃത്യമായി ഫോളോ ചെയ്ത് നമ്മുടെ ഡാറ്റാബേസ് സോളിഡ് ആയിട്ടൊരു ഡാറ്റാബേസ് ഉണ്ടാക്കിക്കൊണ്ട് സ്വന്തമായിട്ട് ഒരു പരീക്ഷ എഴുതുന്നതിനുള്ള ഒരു സ്വതസിദ്ധമായ ശൈലി ഡെവലപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മെയ് 2 പരീക്ഷയ്ക്ക് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.